കെ ഫിറോസ് എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് കഥകൾ മെനയുകയാണ്. കെ ഫിറോസ് ഒരു വക്കീലിനെ കൊണ്ട് അവിടെ പോയിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ നമ്മൾ കടന്നാക്രമിക്കുന്നത് ശരിയായ രാഷ്ട്രീയമല്ല. കേരളത്തിലെ സർക്കാരുകളുടെ അഴിമതിയെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിലെ പൊതുപ്രശ്നങ്ങളിലും വ്യക്തമായ അഭിപ്രായം പറയാൻ ആർജവമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കെ ഫിറോസ്. വളരെ വ്യക്തമായിട്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി. കാര്യം ബിനീഷ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, പൊതുസമൂഹം ചെയ്തോളൂ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ കടന്നാക്രമിച്ച രീതിയോട് വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. നമസ്കാരം, വൈറ്റ്സ് ഫൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ മയക്കുമരുന്ന് കേസുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അതുമായിട്ട് ബന്ധമില്ലാത്ത കുടുംബാംഗങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നുമുണ്ട്. ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് ആളുകൾ അതിനെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എന്താണ് അതിനോടൊക്കെ ഉള്ളൊരു അഭിപ്രായം? അല്ല, നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാത്ത ആളുകൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെടുകയോ അവരുടെ ഏതെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും അറിയപ്പെടുന്ന ആളുകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് വലിയ രീതിയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറോട് കൂടി അല്ലെങ്കിൽ വലിയൊരു മാർക്കറ്റിങ്ങിലോടുകൂടി മാധ്യമങ്ങളും പൊതുസമൂഹവും ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇവിടെ ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ചർച്ച നമ്മൾ തുടങ്ങുന്നത് എന്താണ്, ബിനീഷ് കോടിയേരിയുടെ പ്രശ്നങ്ങളിലാണ് തുടങ്ങുന്നത്. അപ്പോൾ യശസ്വിനിയനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും എന്തില്ല, പൊതുസമൂഹം വളരെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിലും അദ്ദേഹത്തെ വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് പൊതുസമൂഹം കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അത്തരത്തിലൊരു കേസിൽ പെടുമ്പോൾ എന്ത് ചെയ്തു, അത് വലിയ രീതിയിലേക്ക് അദ്ദേഹത്തിന് രാജിവെച്ച് മാറി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ട് പോലും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ടതാണ് പ്രതിഭയുടെ വിഷയത്തിൽ അവരുടെ മകനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദം വന്നു. അത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഭ MLA അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ഇതിൽ യാതൊരു ബന്ധവുമില്ല. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും അവരേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് വീട്ടിലിരിക്കുന്നവരോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എങ്ങനെയാവണം അതിന്റെ ഭാഗമാണെന്ന് പറയുന്നത്? പക്ഷേ കെ ഫിറോസിന്റെ കാര്യം പറയുമ്പോൾ അത് കെ ഫിറോസ് ബിനീഷ് കോടിയേരെ ടാർഗറ്റ് ചെയ്ത ഒരു കാലത്ത് സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അല്ല, അങ്ങനെ ഒരു കാര്യമാണ് കാണാൻ കഴിയില്ല. കെ ഫിറോസ് അന്ന് ഉന്നയിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്, അതായത് അന്ന് CPM-ന്റെ ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അധികാരമായിട്ടുള്ള പോസ്റ്റാണ്. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. അന്നും യോജിക്കുന്നില്ല, ഇന്നും യോജിക്കുന്നില്ല. കാര്യം എന്താണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി. കാര്യം ബിനീഷ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, പൊതുസമൂഹം ചെയ്തോളൂ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ കടന്നാക്രമിച്ച രീതിയോട് വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കെ ഫിറോസിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ പ്രായപൂർത്തിയായ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യത്തിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്താൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ടോ? ഇനിയിപ്പോൾ അവരെ അടച്ചിട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു വിഷയമല്ലേ. ഇനി പ്രായപൂർത്തിയായ ഒരാളെ ഇപ്പം പറയുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വഴി സഞ്ചരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയാൽ അതിൻ്റെ രാഷ്ട്രീയ നേതാവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ അനിയനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മകനെയോ വീട്ടുതടങ്കലിലാക്കി എന്നുള്ള മറ്റൊരു വിവാദത്തിലേക്ക് എന്ത് ചെയ്യും, പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടതായ കാര്യം മെറിറ്റ്, അതായത് തെറ്റാരാണ് ചെയ്തത്, അതിലേതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോത്സാഹനമോ അതിലേതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഉപായമോ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പോലീസ് അന്വേഷിച്ചോട്ടെ. അന്വേഷിച്ചുള്ള അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ അദ്ദേഹം കെ ഫിറോസിൻ്റെ അനുജനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഉണ്ടായ കേസിൽ കെ ഫിറോസ് എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് കഥകൾ മെനയുകയാണ്. ഞാനോ മുസ്ലിം ലീഗോ ഒന്നും ഇടപെടില്ല എന്ന് കെ ഫിറോസ് വ്യക്തമാണല്ലോ. അദ്ദേഹത്തിന് എങ്ങനെ ഇടപെടാൻ കഴിയും? അദ്ദേഹം ഒരു പ്രതിപക്ഷ യുവജന സംഘടനയുടെ ഭാരവാഹിയാണ്. ഇവിടെ ഭരിക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഭരിക്കുന്നത്. CPM ആണ് ഭരിക്കുന്നത്, പിണറായി വിജയനാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? അങ്ങനെ എങ്ങനെയെങ്കിലും ഇടപെടലുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പോലീസ് തുറന്നു പറയട്ടെ. ഇപ്പോൾ കെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പൊതുമണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. വിഷയാസ്പദമായിട്ട് ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് കേരളത്തിലെ സർക്കാരുകളുടെ അഴിമതിയെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിലെ പൊതുപ്രശ്നങ്ങളിലും വ്യക്തമായ അഭിപ്രായം പറയാൻ ആർജവമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കെ ഫിറോസ്. അപ്പോൾ കെ ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പൊതുസമൂഹം അദ്ദേഹത്തെ എല്ലാ ആളുകളും ഒരുപോലെ അംഗീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയെയും അദ്ദേഹത്തിൻ്റെ ആർജവത്തെയും നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നതാണ്, അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഒരു തെറ്റു ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാര്യം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന പ്രകാരം ഒരാൾ കുറ്റക്കാരനാകുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തെ കോടതി കുറ്റക്കാരനായിട്ട് വിധിക്കുമ്പോൾ മാത്രമാണ്.
അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. PK ഫിറോസ് ഒരു വക്കീലിനെ കൊണ്ട് അവിടെ പോയിട്ടില്ല, അല്ലെ PK ഫിറോസ് അദ്ദേഹത്തിന് വേണ്ട ഒരു നിയമസഹായം ചെയ്തതായിട്ട് തെളിവുകളൊന്നും വന്നിട്ടില്ല. PK ഫിറോസുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധമായ ഇടപാടുകളുണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ PK ഫിറോസ് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നു നിന്ന് പറയുന്നു, ഇതാണ് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ. ഇതേ കാര്യം തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞത്. അദ്ദേഹത്തെയും ആക്രമിച്ച ശരിയായില്ല. കോടിയേരി ബാലകൃഷ്ണനും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്, ബിനീഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ, നടപടിയെടുക്കട്ടെ എന്ന്. അപ്പോൾ ഇവിടെ ആരുടെയും, അതായത് ഒരു മക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബാംഗങ്ങളോ ചെയ്തതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ നമ്മൾ കടന്നാക്രമിക്കുന്നത് ശരിയായ രാഷ്ട്രീയമല്ല. താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയും അല്ലെങ്കിൽ താൽക്കാലിക റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഇത്തരം നമ്മൾ പൊതുസമൂഹത്തിൽ ഒരു ആളാവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നീയെങ്കിലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ ഒരു സ്വയം വിമർശനം നടത്തേണ്ടതാണ്.